ഹലോ, അസ്സലാമു അലൈക്കും. എടാ, +1 അറബി പരീക്ഷയിൽ നമുക്ക് എന്തായാലും വരുന്നൊരു ഉറപ്പുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഒരു ഹിവാർ എഴുതാൻ ചോദിക്കും. പക്ഷെ പല ആളുകളും ഹിവാർ അത് അറിയാത്തതിൻ്റെ പേരിൽ ഇങ്ങനെ ഒഴിവാക്കി പറ്റൂല എന്നുള്ളത് ഒഴിവാക്കുന്ന സാധനം. ഓക്കെ, അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിക്കൊണ്ട് എങ്ങനെ ഹിവാർ എഴുതാം, അല്ലെങ്കിൽ ഹിവാറിൽ കോമൺ ആയി ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞോട് കൂടി നിങ്ങൾക്ക് ഹിവാറിനെ കുറിച്ചുള്ള പേടിയോട് പോയി കിട്ടും. ഓക്കെ, അപ്പോൾ നല്ല ശ്രദ്ധിച്ച് കണ്ടോളി. ഹിവാർ നല്ല ഈ കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ട് നിങ്ങൾ ഹിവാർ ധൈര്യമായിട്ട് പോയി എഴുതിക്കോളി. ഓക്കെ, അപ്പോൾ ഹിവാറിൽ നമ്മൾ ആകെ കണ്ടെത്തേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആരൊക്കെ തമ്മിലാണ് ഹിവാർ എന്നാണ് കണ്ടെത്തേണ്ടുള്ളൂ അല്ലേ. അത് മിക്കവാറും ഇവിടെ ഉണ്ടാവും, ചോദ്യത്തിലുണ്ട് ആരൊക്കെ തമ്മിൽ ഹിവാർ എന്നുണ്ടാവും. ചിലപ്പോൾ ഇങ്ങനെ സ്റ്റാർട്ടിങ് കൊടുക്കും. അത് നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഹിവാർ തുടങ്ങിയത് അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം തുടങ്ങും. ഇനി അതല്ല, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് എന്ത്, സൊബാൽ ഖൈർ സൊബാഹൻ നൂർ. സൊബാൽ ഖൈർ എന്ന് പറഞ്ഞാൽ എന്താ? സൊബാൽ ഖൈർ എന്ന് പറഞ്ഞാൽ പിന്നെ ഗുഡ് മോർണിംഗ് അല്ലേ. സൊബാൽ ഖൈർ തിരിച്ചെന്ത് പറയും? സൊബാഹ നൂർ എന്ന് പറയും. ഓക്കെ, ഇനിയോ അല്ലെങ്കിൽ മസാൽ ഖൈർ ഗുഡ് ഈവനിങ്, മസാൽ ഖൈർ. അല്ലെങ്കിൽ മസാ നൂർ, തിരിച്ചെന്ന് പറയും മസാ നൂർ എന്ന് പറയും. ഉണ്ടാവും. ഇതിൽ ഏതെങ്കിലും ഒന്ന് പറഞ്ഞ് നിങ്ങൾ തുടങ്ങാം. ഓക്കെ, ഇത് പറഞ്ഞാലും കുഴപ്പമില്ല, ഏതെങ്കിലും എന്തും പറയാം. പിന്നെ അത് പറഞ്ഞ് നമ്മൾ അടുത്ത് പറച്ചിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ കൈഫൽ ഹാലുക്ക എന്ന് ചോദിക്കും അല്ലേ. കൈഫ ഹാലുക്ക നമുക്ക് സ്ഥിരം ഐഫ ഹാലുക്ക്. അപ്പോൾ മറ്റോൻ പറയുന്നത് സൈൻ അൽഹംദുലില്ലാ എന്ന് പറയും. സൈൻ അൽഹംദുലില്ലാ. അപ്പോൾ എന്താ പറയുക, തിരിച്ച് അവനോട് അങ്ങോട്ടും ചോദിച്ചൂടെ നിനക്കെന്ന് ചോദിച്ചാൽ. അപ്പോൾ അതിന് ഇതേ കൈഫാലൊക്കെ തിരിച്ചു ചോദിക്കണ്ട. അതിനെന്ത് ചെയ്താൽ മതി? വ അൻത്ത എന്ന് ചോദിച്ചാൽ മതി. വ അൻത്ത, നിൻ്റെ വിശേഷം എന്താണെന്ന് ചോദിക്കാം. ഇതൊന്നും വലിയ ടഫുള്ള വാക്കുകളില്ല കേട്ടോ, ഞാൻ സിമ്പിൾ പരമാവധി എഴുതണുള്ളൂ. അപ്പോൾ പറയുമ്പോൾ തിരിച്ചു അൽഹംദുലില്ലാ എന്ന് തന്നെ പറയാം. ഉണ്ടാവും അൽഹംദുലില്ലാ. ഇനി വേണമെങ്കിൽ ബിഖൈർ എന്ന് പറയാം. അൽഹംദുലില്ലാ ബിഖൈർ, സുഖാണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതൊരു 3 വരിയായല്ലോ. യെസ്. ഇനി നമ്മൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഇത് ടോപ്പിക്ക് സംബന്ധമായിട്ട് അല്ലേ, ഈ ചോദ്യം വിഷയം മനസ്സിലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എഴുതാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഇവിടെ എഴുതണം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് അത് എഴുതാം. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്വാഭാവികമായിട്ട് ഇനി നമുക്ക് കുറച്ച് അധികം നീട്ടിക്കൊണ്ടുപോകും കുറച്ച്. അതിലൊന്നാണ് പിന്നെ ഹിവാർ എന്ന് പറഞ്ഞാൽ രണ്ടാൾ തമ്മിൽ കണ്ടുമുട്ടല്ലേ. കണ്ടുമുട്ടുമ്പോൾ നമുക്ക് എന്ത് ചോദിക്കാം? നീ എപ്പോഴാണ് ഇവിടെ എത്തിയെന്ന് ചോദിക്കാം. മസാ വസൽത്താന്ന് ചോദിക്കാം. നീ എപ്പോഴാണ് എത്തിയത്? നമ്മളെപ്പോഴും ഒരാൾ ചോദിക്കുന്ന ചോദ്യം എപ്പോൾ എത്തിയെന്ന് ചോദിക്കും അല്ലേ. അതിനകത്ത് അറബി ചോദിക്കുക മത്താ വസൽത്ത, നീ എപ്പോഴാണ് എത്തിയത്? അപ്പോൾ അവൻ പറയും വസൽത്തു, ഞാൻ എത്തിയത്. എപ്പോഴാണെന്ന് പറഞ്ഞിട്ട് ഒരു സമയം പറയും അല്ലേ. സമയം നമുക്ക് സമയം ഒന്നും ടൈം കറക്റ്റ് പറയാം. അസാത്തുൽ സാനിയ ഹംസ് എന്നൊക്കെ പറയാം. ഞാൻ അറിയില്ല, നമുക്ക് അറിഞ്ഞൊരു വാക്കുണ്ട് സ്വബാഹൻ, രാവിലെ എത്തി എന്ന് വേണമെങ്കിൽ പറയാം. ഉണ്ടോ? സ്വബാഹൻ, രാവിലെ ഞാൻ എത്തിയത്. അല്ലെങ്കിൽ മസാൻ, വൈകുന്നേരം എത്തി എന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ അംസി, ഇന്നലെ എത്തി എന്ന് പറയാം. അല്ലെങ്കിൽ പിന്നെ ഗോദ, നാളെ എത്തി എന്ന് പറയാം. നാളെ എത്തില്ലല്ലോ അല്ലേ. യെസ്, അങ്ങനെ അല്ലെങ്കിൽ ഇന്നെത്തി എന്ന് പറയാം. ഇനി നെക്സ്റ്റ്, അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ തിരിച്ചു ചോദിക്കാം വ അൻത, നീ എപ്പോഴെത്തിയത്? അപ്പോൾ മറ്റോൻ പറയും വസൽത്തു, ഞാനെത്തി നനകാണ്ട്. ഓൻ എന്ത് ചെയ്യും? പിന്നെ അംസി, ഞാൻ ഇന്നലെ എത്തി. ഓക്കെ, എന്തെങ്കിലും പറയാം. അല്ലെങ്കിൽ നിങ്ങൾ ഈ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾ ഇതേ സെയിം രണ്ടാളും രാവിലെ പറഞ്ഞാൽ ഒരു കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇതൊരു 3 ഇനി സ്വാഭാവികമായിട്ടും കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, അത് എപ്പോഴും തിരിച്ചു പോകണം, എപ്പോഴും മടങ്ങണമെന്ന് വയ്ക്കും. എവിടുന്ന് കണ്ടുമുട്ടിയാലും എങ്ങോട്ട് തിരിച്ചു പോകണം. അപ്പോൾ നോക്കിയാൽ പിന്നെ ഇവിടെ തന്നെ ചോദിക്കാൻ വേണ്ടി വേറെ സാധനമുണ്ട്, എപ്പോഴാണ് വന്നതെന്നല്ലേ. അപ്പോൾ എന്ത് ചോദിക്കുക? മീൻ ഐന, എവിടെ നിന്നാണ്? മീൻ ഐന അൻത, നീ എവിടെ നിന്നാണ് വരുന്നത്? ഉണ്ടോ? അപ്പോൾ പറയുന്നതാണ് അന, ഞാൻ വരുന്നത്. അന മീൻ എന്ന് പറഞ്ഞാണ്ട് എന്ത് ചെയ്യുക? അതിന് ഒരു സ്ഥലം പറയാം. എന്തെങ്കിലും നിങ്ങൾക്ക് ഓർമ്മ വരുന്ന സ്ഥലം, അതിന് പറ്റിയ സ്ഥലമാണ് പറഞ്ഞു കൊടുക്കുക. ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത ചോദ്യം എന്താ ചോദിക്കുക വെച്ചാൽ മത്ത, എപ്പോഴാണ്? മത്ത തർജു, എപ്പോഴാണ് മടങ്ങണത്? ഉണ്ടോ? നീ എപ്പോഴാണ് മടങ്ങണത്? അപ്പം പറയും അർജു, ഞാൻ മടങ്ങും. അർജു, ഞാൻ മടങ്ങും. ഇതേപോലെ വൈകുന്നേരം രാവിലെ നമ്മുടെ മസാല എഴുതി വൈകുന്നേരം, ഞാൻ വൈകുന്നേരം മടങ്ങും അല്ലേ. വ അൻത, അപ്പം നീയോ? ഉണ്ടോ? നീ എപ്പോഴാണ് മടങ്ങുക? അന, ഞാൻ. അനാ
ആ അന ഐലൻ ഞാനും, ഐലൻ എന്ന് പറഞ്ഞാൽ ഞാനും നടത്തില്ല, ആൾസോ അന ഐലൻ ഞാനും, മസ്സായ ഞാനും വൈകുന്നേരം തന്നെ മടങ്ങും. ഓക്കെ. അപ്പോൾ ഇനി ഇവിടെ എന്ത് ചോദിക്കാൻ നിങ്ങൾ ഇനി ചോദിക്കാം പോവില്ല, ഇപ്പോൾ എങ്ങോട്ടാണ് പോകണമെന്ന് ചോദിച്ചൂടെ. ഇലാ ഐന, ഇത് ഇലായിന എവിടേക്കാണ്, ഇലാ ഐന അൻത, നീ എങ്ങോട്ടാ പോണത്. അപ്പം പറയും അന ഞാൻ, അന ഇലാ ഞാൻ സ്ഥലത്തേക്ക് പോകുന്നതാണ് പ്ലേസ്, സ്ഥലത്ത് വേറെ സ്ഥലത്തിൻ്റെ പേര് പറയാം ഉണ്ടോ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 15 വരി, 15 വരി അറബിയിൽ യുവാർ എഴുതാൻ. ഇത് ആകെ എവിടുന്ന് വരുന്നത് എങ്ങോട്ടാണ് പോകണം അത്ര ചോദിച്ചിട്ടുള്ളൂ. അതാണ് നീട്ടി പരത്തി നമ്മൾ. പ്ലസ് നിങ്ങൾ ഇവിടെ ഒരു 5 വരി നിങ്ങളെ വാങ്ങി എഴുതി വിചാരിച്ചോളി. അപ്പോൾ എത്ര വരിയാണ് ടോട്ടൽ, 20 വരിയായി. 20 വരി ഹിവാർ എഴുതുക എന്നുള്ളത് അറബിയിലൊരു പണിയുള്ള കാര്യമല്ല. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഇതിങ്ങനെ തുടങ്ങുക, ഇവിടെ നിങ്ങൾക്ക് ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് അറിയാളൊക്കെ എഴുതുക, എന്നിട്ട് നിങ്ങൾ കോമണായി ചോദിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുക. അവസാനിപ്പിക്കുമ്പോൾ അത് പറയാൻ മതി, അവസാനിപ്പിക്കുന്ന 4 വരി ഉണ്ട്, എന്താണ് അല്ലേ, എന്താണ് അവസാനിപ്പിക്കുന്ന 4 വരി എന്താടാ ഇവിടെ എഴുതി തരാം അല്ലേ. ഇലല്ലിക്കാ, ഇതെന്തായാലും എഴുതുക 4 വരി കിട്ടും. ഇലല്ലിക്കാ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, ഇലല്ലിക്കാ എന്ന് പറഞ്ഞാൽ സി യു. അപ്പോൾ തിരിച്ച് പറയും മഅസ്സലാമ കേട്ടോ. അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം, അല്ലെങ്കിൽ ശുക്രൻ അഫ്വാൻ പറയാം. കരുതാമല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു 20 22 വരി. അപ്പോൾ നിങ്ങൾ നിങ്ങൾ പേപ്പറിൽ നിങ്ങൾ 20 വരി കണ്ട് എഴുതിയാൽ അത് ഒരു പേജ് കഴിഞ്ഞ് അടുത്ത പേജ് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി 6 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്ക് 4 തരമുള്ള ഫുള്ളാണ് പോകും. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ +1 അറബി പരീക്ഷയിൽ ഹിവാർ ചോദിച്ചാൽ സുന്ദരമായിട്ട് നിങ്ങൾ എഴുതുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.